വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവവചന കേൾവിക്കായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 40-ാം വാക്യം. ശിമോനെ, നിന്നോട് ഒരു കാര്യം പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞു. യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ച പരീശന്മാരിൽ ഒരുവനായിരുന്നു ശീമോൻ. പരീശന്മാർ പൊതുവെ യേശുവിനോട് ശത്രുത പുലർത്തിയിരുന്നതിനാൽ ഈ വ്യക്തി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത് ധീരമായ ഒരു പ്രവൃത്തി തന്നെ ആയിരുന്നു. കാരണം പരീശഗണത്തിലെ മറ്റുള്ളവരുടെ എതിർപ്പിന് കാരണമാകാവുന്ന ഒരു പ്രവൃത്തി. ഈ സംഭവത്തിൽ നിന്നും പരീശന്മാരുടെ കൂട്ടത്തിലും യേശുവിനോട് കൂറു പുലർത്തിയിരുന്ന ചിലരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും യേശുവിനെ ഒരു നല്ല സുഹൃത്തായി കിട്ടാൻ ശീമോൻ ധീരത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ശീമോന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആതിഥ്യ മര്യാദകൾ പാലിക്കാത്തതായ ശീമോൻ. ശുദ്ധ അശുദ്ധ നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ജനതയായിരുന്നു യഹൂദന്മാർ. ബാഹ്യമായ ശുദ്ധി പ്രകടനങ്ങൾക്ക് ഇവർ വലിയ വില നൽകിയിരുന്നു. ഇവരുടെ ഭവനത്തിന് പുറത്ത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കും. എന്നാൽ അതിഥികൾ ആരെങ്കിലും ആ ഭവനത്തിലേക്ക് വന്നാലോ, അല്ലെങ്കിൽ ആ ഭവന അംഗങ്ങളിൽ ആരെങ്കിലും പുറത്തു പോയി തിരികെ വന്നാലോ കാൽ കഴുകിയിട്ടല്ലാതെ ആ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. ഇവിടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ യേശു കർത്താവ് ശീമോനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല എന്ന്. ഈ വാക്യങ്ങളിൽ പാപിനിയായ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തിയെ പുച്ഛത്തോടെ കാണുന്ന ശീമോനോട് യേശു ഇപ്രകാരം പറയുന്നു, നീ എനിക്ക് വേണ്ടി ആതിഥ്യ മര്യാദകൾ പാലിച്ചില്ല എന്ന്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, എന്നാൽ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. വേണ്ട വിധത്തിൽ ആതിഥ്യ മര്യാദകൾ പാലിക്കാത്ത ശീമോനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത ശീമോൻ യേശുവിന് വിരുന്ന് നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം പവിത്രമായിരുന്നില്ല. അതിനാൽ പരീശന്മാരുടെ നിയമനീതി ഉപേക്ഷിച്ച് ദൈവിക നീതി സ്വീകരിക്കുവാൻ യേശു കർത്താവ് ശീമോനെ ഉപദേശിക്കുന്നു. സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെ മോശക്കാരായി കാണുകയും ചെയ്യുന്ന മനോഭാവം ക്രിസ്തീയമല്ല എന്ന് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന്. പാപിനിയായ സ്ത്രീയിൽ കുറവുകൾ ഉണ്ടാകാം, എന്നാൽ പാപത്തെ നിരാകരിക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിൻ്റെ കാഴ്ചപ്പാട് നമ്മെ ഓരോരുത്തരെയും ഇന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ചിലരെ മുദ്രകുത്തി വിവേചനത്തോടെ ഇടപെടുന്നത് ദൈവിക സ്നേഹമല്ല. തൻ്റെ ഭവനത്തിലേക്ക് വന്ന ആ സ്ത്രീയെ ഉൾക്കൊള്ളുവാൻ ശീമോന് ഇവിടെ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നിരപ്പിൻ്റെയും ക്ഷമയുടെയും സ്നേഹം പങ്കിടുവാൻ, മറ്റുള്ളവരെയും പുതിയ സൃഷ്ടികളാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ശീമോനെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ യേശു കർത്താവിനെ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ എനിക്ക് താല്പര്യമാണ്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു മികച്ച വ്യക്തിയാണ് എന്ന് കാണിക്കുവാനായിട്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ യേശു കർത്താവ് പറയുന്ന പല അരുതുകൾ അഥവാ ആതിഥ്യ മര്യാദകൾ പാലിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. യേശു കർത്താവ് ഈ ലോകത്തെ കാണുന്നത് പോലെ, യേശു കർത്താവ് സഹജീവികളെ കാണുന്നത് പോലെ നമുക്കും മറ്റുള്ളവരെയും അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയണം. അതിന് ഈ വിശുദ്ധ ദിവസം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നിരപ്പിൻ്റെയും ക്ഷമയുടെയും സ്നേഹം പങ്കിടുവാനും മറ്റുള്ളവരെയും പുതിയ സൃഷ്ടികളാക്കി തീർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.